സിനിമയല്ലാതെ ഈ ദൃശ്യങ്ങൾ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? കോഴിക്കോട് ബസ്സിനടുത്തേക്ക് ഓടിയെത്തിയ പിഞ്ചുകുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. 2 ദിവസം മുൻപ് കൊടിയത്തൂർ മാക്കലാണ് സംഭവം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഓടുകയായിരുന്നു. തയ്യിൽ എന്ന ബസ്സിന് മുന്നിലേക്കാണ് ഈ കുഞ്ഞ് ഓടിയെടുത്തത്. ഒരിക്കൽ കൂടി ആ ദൃശ്യം. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. CJ റോയുടെ ഡയറി കുറിപ്പിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെന്ന് സൂചന. UAE ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പരാമർശം. കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും കുറിപ്പിൽ. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ പോലീസ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി. ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും അതിവേഗ പാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ നിയമിച്ചു. സംസ്ഥാന പ്രോജക്റ്റ് അല്ല, കേന്ദ്ര പ്രോജക്റ്റ് എന്ന വിശദീകരണം. വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സംഭാഷണം വീണ്ടും പുറത്ത്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടോ, ഞാൻ തന്നോട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെന്തിനാണ് പറയുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ തുടങ്ങി. എത്തിക്സ് കമ്മിറ്റി പരാതി പരിശോധിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും ലഭിച്ചത് സ്വാഭാവിക ജാമ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. എൻ വാസു വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡിൽ. CSR തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെതിരെ കേസ്. കടവന്ത്ര പോലീസിലെടുത്ത കേസിൽ ബിജു 1-ാം പ്രതി. അഭിഭാഷകൻ നിഷ പീറ്ററും ജീവനക്കാരും പ്രതികൾ. തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. UDFന്റെ ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ ഉറപ്പിച്ച് KPCC അധ്യക്ഷൻ. കേരള കോൺഗ്രസുമായി കോൺഗ്രസിന്റെ നിർണായക സീറ്റ് ചർച്ച ഇന്ന്. തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന താമരശ്ശേരി രൂപത അധ്യക്ഷന്റെ ആവശ്യം UDFന് സമ്മർദ്ദമാകുന്നു. നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള സമരം കടുപ്പിച്ച് പ്രതിപക്ഷം. CPM പ്രവർത്തകർക്ക് പരോൾ നൽകിയതിലും ബഹളം. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? ആളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്ന വേണ്ട. വിരട്ടണ്ട. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി നോക്ക്. അല്ല, അങ്ങോട്ട് നോക്കി പറ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. സ്വർണ്ണവില വീണ്ടും കുത്തനെ ഇടിഞ്ഞു. പവന് 6640 രൂപ കുറഞ്ഞ് 1,11,120 രൂപ. 3 ദിവസം കൊണ്ട് കുറഞ്ഞത് 20,000 രൂപ. പാകിസ്ഥാനിൽ ബലൂച്ച് ആർമിയുടെ ആക്രമണം തുടരുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 145ആയി. ഇന്ത്യക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാൻ ആരോപണം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. വിശദമായ വാർത്തകൾ നോക്കാം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ മരണത്തിൽ നിർണായക ഡയറി കുറിപ്പുകൾ കണ്ടെത്തി. ആത്മഹത്യയ്ക്ക് കാരണമായ
സൂചനകൾ ഈ കുറിപ്പിലുണ്ടെന്നാണ് വിവരം. ഇതിൽ കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും ബിസിനസ് അനന്തരാവകാശി ആരെന്ന വിവരവും ഉണ്ടെന്നാണ് സൂചനയുള്ളത്. റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. 9 പേജുള്ള ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. കർണാടകയിലെ ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ വിദേശ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് CJ റോയ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് പരിഹരിക്കാനാവാത്ത വിധം വളർന്ന ഒരു പ്രശ്നവും ഇതിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നപ്പോൾ തനിക്ക് സമ്മർദ്ദം വല്ലാതെ വർദ്ധിച്ചു എന്നും റോയ് ഈ ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ തന്നോട് ക്ഷമിക്കണം, തനിക്ക് ചില കടുങ്കൈകളിലേക്ക് പോകേണ്ടി വരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതായത് യു എയിലും ഒപ്പം ഇന്ത്യയിലുമായി വളരുന്ന ബിസിനസ്സായിരുന്നു CJ റോയിയുടെ എന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്താണ് യു എയും ഇന്ത്യയും തമ്മിൽ ചില വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയും മറ്റും ചെയ്തത്. അതായത് ഈ യു എയിലും ഇന്ത്യയിലും അടക്കം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് ലക്ഷ്യം വെച്ചായിരുന്നു അത്. ഇതനുസരിച്ച് ഇപ്പോൾ യു എയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കണക്കുകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നാൽ അത് ഇന്ത്യക്ക് കൈമാറേണ്ട ബാധ്യത യു എക്കുണ്ട്. ഒപ്പം യു എക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യ കൈമാറേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട് താനും. അങ്ങനെ ഇത്തരം ചില ഇടപാടുകളിൽ അടുത്ത സമയത്തായി ചില ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഡിസംബർ മാസം മുതൽ റോയിയുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ച സമയം മുതൽ തന്നെ CJ റോയ് വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്തൊന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നില്ല. ഓഫീസുകളിൽ നടത്തിയ റെയ്ഡുകളാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് ജനുവരി മാസം അവസാനമാണ് CJ റോയിയെ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയും മറ്റും ചെയ്തത്. അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് CJ റോയിയുടെ സൗകര്യപ്രകാരമാണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ ബംഗളൂരിലെ ഓഫീസിൽ എത്താമെന്നും കാണാമെന്നും അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. അത് റെയ്ഡിൻ്റെ സ്വഭാവമായിരുന്നില്ല. നേരത്തെ നടന്ന റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകൾ CJ റോയിയെ കാണിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക, ക്രമക്കേടുകൾ ബോധ്യപ്പെടുത്തുക, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് മാത്രമായിരുന്നു. അതനുസരിച്ച് പോലീസിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ റോയിയെ പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യുന്നൊരു പശ്ചാത്തലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം റോയിക്കുണ്ടായിരുന്നു, ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം റോയിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലായപ്പോൾ അത് പരിഹരിക്കാനാവാത്ത വിധം വളർന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് നേരത്തെ തന്നെ ഇത്തരം ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തൻ്റെ പിൻഗാമിയെക്കുറിച്ച് റോയ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വിശ്വസ്തരായ ജീവനക്കാരെ സംരക്ഷിക്കണം എന്ന ആവശ്യം റോയ് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തനിക്ക് ലഭിക്കാനുള്ള പണത്തിൻ്റെ കണക്ക് എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ പണം തരാനുള്ളത് എന്ന കാര്യത്തിലും ചില വ്യക്തതകൾ റോയ് വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് കുടുംബാംഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തു എന്നതും ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ നേരത്തെ കോൺഫിഡൻസ് ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു. കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നും മറ്റു പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ ഡയറി കുറിപ്പുകൾ കണ്ടെടുത്തതിന് ശേഷമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്. നേരത്തെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ പൂർണ്ണമായും പഴിചാരിക്കൊണ്ടുള്ള ഒരു പ്രചരണവും മറ്റും നടന്നിരുന്നു. അതിപ്പോൾ തൽക്കാലം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനമോ സമ്മർദ്ദമോ അവർക്ക് പങ്കാളിത്തമുള്ള ഒരു സംഭവമായിരുന്നില്ല ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചില വിവരങ്ങൾ പുറത്തു വന്നു. അത് റോയിയെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും അത് പരിഹരിക്കാനാവാത്ത വിധം വളർന്നു എന്ന ബോധ്യം വരികയും ചെയ്തു. അതിൻ്റെ തുടർന്നാണ് ഇത്തരം സംഭവത്തിലേക്ക് റോയി സ്വമേധയാ പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം നമുക്കറിയാം, കടങ്ങളില്ലാത്ത, ബാങ്ക് ലോൺ ഇല്ലാത്ത 20,000-ഓളം ഇടപാടുകാരുമായി വർഷങ്ങളോളം നല്ല ബന്ധം തുടരുന്ന, ഒപ്പം ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ഒരു കമ്പനിയുടെ ഉടമ കൂടിയാണ് CJ റോയ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കുമോ എന്നുള്ളത് റോയിയെ പോലെ വളരെ പ്രധാനപ്പെട്ട നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യനെ ബാധിച്ചു കാണും എന്നൊരു പ്രശ്നം കൂടി ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അതും ഇത്തരത്തിൽ റോയിയെ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കാൻ കാരണമായി എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ഈ ഡയറി കുറിപ്പ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കുകയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികളായ CPM പ്രവർത്തകർക്ക് പരോൾ നൽകിയത് അടിയന്തര ചർച്ചയ്ക്ക് എടുക്കാത്തതിലാണ് ബഹിഷ്കരണം.
പോലീസ് ഉദ്യോഗസ്ഥരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞതിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവിന് 1 മാസം തടവിൽ 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പരോൾ അനുവദിച്ച വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് റൂൾ 50 നോട്ടീസായി കൊണ്ടുവന്നത്. അതിനൊപ്പം തന്നെ തടവ് പുള്ളികൾക്ക് വഴിവിട്ട പരോൾ ലഭിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുവെന്ന വാർത്തകളും പ്രതിപക്ഷം സഭയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഈ നോട്ടീസ് അടിയന്തര പ്രാധാന്യമുള്ള അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന് തന്നെ വ്യക്തമായിരുന്നു ഈ നോട്ടീസ് പരിഗണനയ്ക്കെടുക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയിൽ വന്നതെന്നും നോട്ടീസ് ഒരു കാരണവശാലും പരിഗണിക്കാൻ കഴിയുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. പ്രതിപക്ഷങ്ങൾക്കെല്ലാം അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവും. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കാൻ. യെസ്. തുടർന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. ഏതാണ്ട് 1.5 മണിക്കൂർ വരെ പ്രതിപക്ഷങ്ങൾ സഭയുടെ നടുത്തളത്തിലും സ്പീക്കർ ഡയസിന് മുന്നിലും പ്രതിഷേധിച്ചു. സർക്കാരിന് താൽപര്യമില്ലാത്ത കാര്യങ്ങൾ നോട്ടീസായി പരിഗണിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് സ്പീക്കർ നിലപാടെടുക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചത്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? അടിയന്തര പ്രാധാന്യമില്ല എന്നേ പറയുന്നുള്ളൂ. അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ നിയമസഭയിൽ ബജറ്റ് ചർച്ച നടക്കാനിരിക്കെ കേന്ദ്രത്തിൽ നിന്ന് വലിയ അവഗണന സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ദിവസമായിരുന്നു ഇത്. എന്നാൽ BJPയെ അവിടെ രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത നാടകമാണ് ഇന്നത്തെ പ്രതിഷേധം. ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല നിലപാട് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് സഭയിൽ സ്വീകരിച്ചു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് BJPയെ സഹായിക്കണം. നിങ്ങളും BJPയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. പ്രതിപക്ഷ MLA-മാർ സ്വർണ്ണക്കൊള്ള കേസിൽ സഭയിൽ സമരം തുടരുന്നുണ്ട്. സഭാ കവാട സമരം തുടരുന്നുണ്ട്. പ്രതിപക്ഷം അനാവശ്യ വിഷയങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, സോണിയാഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടക്കം ആവർത്തിച്ച് V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും സഭയിൽ പ്രതിപക്ഷത്തിന് ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഏതായാലും സഭയിൽ അതിരൂക്ഷമായ പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദമാണ് ഇന്നുണ്ടായത്. അതിനൊടുവിലാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയത്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ. 2 മാസം മുൻപ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. നിലവിൽ 1ാം പ്രതി പീതാംബരൻ, ജിജിൻ എന്നീ പ്രതികൾ പരോളിലാണ്. വിവരങ്ങളുമായി KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, സാധാരണ ഈ പരോൾ നൽകുന്നതിനൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. അത് വർഷത്തിൽ ഇത്ര അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഈ കണക്കുകളൊന്നും ബാധകമാവാത്ത ചിലരുണ്ടാകുമ്പോഴാണ് അത് വാർത്തയായി വരുന്നത്. ഈ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം പരോൾ ലഭിക്കുന്നത്? തീർച്ചയായും ശ്രീജ, ഇപ്പോൾ TP കേസിൽ പ്രതികൾക്ക് പരോൾ ലഭിച്ചത് സജീവ ചർച്ചയാവുന്നതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. അതായത് പെരിയയിൽ കല്യോട്ടിലെ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ കൂട്ടപ്പരോൾ. അതായത് 10 പ്രതികൾക്കും നിലവിൽ പല ഘട്ടങ്ങളിലായി പരോൾ നൽകി കഴിഞ്ഞു. ഇതിൽ 1ാം പ്രതി പീതാംബരനും അതുപോലെ തന്നെ ജിജിനും ഇപ്പോൾ പരോളിലാണ്. ഇതിനിടയിലാണ് ഈ കേസിലെ 10ാം പ്രതിയായ രഞ്ജിത്തിന് കൂടി ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നത്. 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. DGPക്ക് അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരോൾ ലഭിച്ചെന്നാണ് നമുക്ക് ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2.5 മാസം മുൻപാണ് ഇതേ രഞ്ജിത്തിന് പരോൾ അനുവദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അവർ പറയുന്നത് 2 മാസം
മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ പരോളിന് അനുവാദം ഉണ്ട്, അങ്ങനെ നൽകാമെന്നാണ്. ഏതായാലും സാങ്കേതികത്വം പറഞ്ഞ് കൂട്ട പരോളാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് നൽകുന്നത്. പലപ്പോഴും ഇത്തരം പ്രതികൾക്ക് പരോൾ അനുവദിക്കരുതെന്ന് പറഞ്ഞ് പോലീസിന്റെ റിപ്പോർട്ട് പോലും ഉണ്ട്. കാരണം അത് ക്രമസമാധാന പ്രശ്നത്തിന് ഇടയാക്കുമെന്ന റിപ്പോർട്ട് പോലും അവഗണിച്ചാണ് പരോൾ നൽകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കോൺഗ്രസ് ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി ഈ പ്രതികൾക്കെല്ലാം ഇങ്ങനെ പരോൾ വാരിക്കോരി നൽകുന്നു എന്ന ഒരു പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പീതാംബരനും ജിജിനും അതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിത്തും 3 പേരാണ് ഇപ്പോൾ പരോളിൽ പുറത്തുള്ളത്. ഏകദേശം 10ഓളം പേർക്ക് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പരോൾ നൽകി കഴിഞ്ഞു. അതായത് വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർക്ക് പരോൾ നൽകുന്നത്. കർശന ഉപാധികളോടെയാണ് പരോൾ നൽകുന്നതെങ്കിലും ഇവർ യഥേഷ്ടം പല സ്ഥലങ്ങളിലും ഈ ഉപാധികളൊക്കെ ലംഘിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പരാതിയും വരുന്നത്. ഏതായാലും ഇനി സുരേഷ് എന്ന് പറയുന്ന ഒരു പ്രതിക്ക് മാത്രമാണ് പരോൾ ലഭിക്കാനുള്ളത്. ബാക്കി എല്ലാ പ്രതികൾക്കും ഇപ്പോൾ ഇങ്ങനെ പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2019 ഫെബ്രുവരി 17 കല്ലോട്ട് അരിങ്കൊല നടന്നത്. കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കാണ് ഇങ്ങനെ യഥേഷ്ടം പരോൾ നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. ശ്രീജ, KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നു എന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനം. ഇത് സംബന്ധിച്ച് LDF ജാഥ മറുപടി പറയേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും പറയാതിരിക്കാൻ പറഞ്ഞു. എനിക്ക് ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ പറഞ്ഞേ പരോൾ കിട്ടിയതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാം ജയിലിൽ കിടക്കുന്ന ആർക്കൊക്കെയാണ് പരോൾ കിട്ടിയതെന്നുള്ളത് നോക്കിയിട്ടാണോ ഞങ്ങൾ ജാഥകം കൊണ്ടത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് ചോദിച്ചോ, അതിനൊന്ന് മറുപടി ഞാൻ. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഇല്ലെന്നിരിക്കെ പദ്ധതിക്കായി ഓഫീസ് തുറന്ന് E. ശ്രീധരൻ. കേന്ദ്ര റെയിൽവേ മന്ത്രി തനിക്ക് ഫുൾ പവർ നൽകിയിട്ടുണ്ടെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം E. ശ്രീധരൻ പറഞ്ഞു. രേഖാമൂലമുള്ള ഉത്തരവ് ലഭിക്കാതെ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും മാർക്കറ്റ് റേറ്റിൽ നിന്ന് 4 മടങ്ങ് തുക നൽകിയാണ് ജനങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുകയെന്നും E. ശ്രീധരൻ കൂട്ടിച്ചേർത്തു. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കെ തന്നെയാണ് E. ശ്രീധരൻ പൊന്നാനിയിൽ DMRCയുടെ ഹൈസ്പീഡ് റെയിൽ സർവേക്കായിട്ടുള്ള ഓഫീസ് തുറന്നത്. രാവിലെ 9:15 അദ്ദേഹം ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഉയരുന്നതിനൊക്കെ അദ്ദേഹം വിശദമായിട്ട് മറുപടി നൽകുകയും ചെയ്തു. ഇത് പ്രായോഗികമായി നടപ്പിലാവുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര റെയിൽ മന്ത്രിയാണ് ഇക്കാര്യത്തിൽ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ഒരു ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയുകയും സർവേ നടത്താനുള്ള അനുവാദം അദ്ദേഹം തരികയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം തന്നെ ദൂരീകരിച്ചുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. ഇത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വങ്ങൾക്കും സംശയങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും അതിന് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുതൽക്ക് ശരിക്കും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദ്രവം ഉണ്ടാവുള്ളൂ. വേഗം പണി കഴിഞ്ഞാലും പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി എടുക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും നിശ്ചയിക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ബഡ്ജറ്റിലിടാൻ പറ്റില്ല, എന്തായാലും സോ ലേറ്റ്. അത് ബഡ്ജറ്റിലിടേണ്ട ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് P. രാജീവ് നടത്തിയ ആ പ്രസ്താവനയോടുള്ള പ്രതികരണവും അദ്ദേഹത്തിന് ഇപ്രകാരമായിരുന്നു. ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ്, സംസ്ഥാനത്തിനെ ഇത് അറിയിക്കേണ്ടതായിട്ടില്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ പരിഹസിച്ചതായി കരുതുന്നില്ല എന്നും അദ്ദേഹം P. രാജീവിൻ്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിട്ട് വ്യക്തമാക്കി. P. രാജീവ് ആയിട്ട് ഒരു റെക്കോർഡിലാണ് എങ്ങനെ ചെയ്യുക? ദിസ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് പ്രോജക്റ്റ് ആവും, ഇത് സെൻട്രൽ പ്രോജക്റ്റ്. സെൻട്രൽ പ്രോജക്റ്റിന് എന്തിനും സ്റ്റേറ്റ് ഗവൺമെൻറ് സംഭവം അല്ലെങ്കിൽ അവരെ അറിയേണ്ട ആവശ്യം അങ്ങനെ ചെയ്താൽ പോരെ? ഒരു സ്റ്റേജ് ഒന്നും ചെയ്താൽ പോരെ? അത് കാര്യം എന്നോട് ചില അവസരം ചോദിച്ചു, ഞാൻ വന്നോളെ ഇപ്പോൾ സർവേ ചെയ്യാൻ പോവാണ്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കും. ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട അവസരമായിട്ടില്ല. കാരണം ഒരു റിട്ടേൺ ഓർഡർ കിട്ടും എനിക്ക്. ആ റിട്ടേൺ ഓർഡർ ആണെങ്കിൽ അത് കോപ്പി ഓർഡർ CM ഇട്ട് അവർ അയക്കാം.
അതുവരെ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഓൺലി മൈ ഓൺ ഇൻട്രസ്റ്റ് ടു സേവ് ടൈം. ഫെബ്രുവരി അവസാനത്തോടെ തുടങ്ങി ജൂൺ 1 മുമ്പായിട്ട് സർവേ നടപടികൾ പൂർത്തിയാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പദ്ധതികളുള്ളത്. മഴക്കാലത്തിന് മുൻപ് എല്ലാ പദ്ധതികളും ഈ സർവേ സംബന്ധിച്ച നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ട നടപടികളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ DMRC ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും സർവേ നടപടികൾ ഉണ്ടാവുക. ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും ഈ നടപടികളെ മുന്നോട്ട് പോവുകയെന്നും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അവസാന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും തുടർന്നായിരിക്കും മറ്റു കാര്യങ്ങളെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ പ്രഖ്യാപനം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോഴും ഇത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രഖ്യാപനം ഇല്ലാത്തത് ഇപ്പോഴും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അത്രയും കാര്യങ്ങളൊന്നും തന്നെ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്രത്തിൻ്റെ ഉറപ്പ് തനിക്കുണ്ട് എന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഈ ശ്രീധരൻ. അഖിലോട് പറയുകയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതിവേഗ റെയിൽ പദ്ധതിക്കായി ഓഫീസ് തുറക്കുന്നതിന് പിന്നിൽ എന്തെന്ന് ശ്രീധരൻ വ്യക്തമാക്കണമെന്ന് MM ഹസൻ. അതിനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി? BJP പ്രതിനിധിയായാണോ DMRC പ്രതിനിധിയായാണോ ശ്രീധരൻ പ്രവർത്തിക്കുന്നതെന്നും MM ഹസൻ ചോദിച്ചു. അത് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. ശ്രീധരന് എന്താണ് അതിന്റെ ഓതറൈസേഷൻ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ ഒക്കില്ലല്ലോ. കാരണം കേരളയിൽ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ്. അതിന്റെ പേരിൽ മഞ്ഞക്കുറ്റി സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാര്യത്തിൽ പരിപൂർണമായി ഗവൺമെന്റ് അവഗണിച്ചില്ലേ? ശ്രീധരൻ BJPയുടെ പ്രതിനിധിയായിട്ടാണോ സംസാരിക്കുന്നത്? അതല്ല റെയിൽവേയുടെ ആളായിട്ടാണോ സംസാരിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമില്ലെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാണോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്നാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് വാങ്ങി. കേരള ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നില്ല. കേരള ഗവൺമെന്റ് അവകാശപ്പെട്ട തരില്ലേ വേണ്ടേ? ആ തരുന്നില്ല. അല്ലാത്തപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിന് ചെയ്യാറുണ്ടോ? UDF ചെയ്യാറുണ്ടോ? എന്നിട്ട് പറയുകയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല, കേന്ദ്രത്തെ വിമർശിക്കാനുള്ള അട്ടലില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവഗണനക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിചേർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം. ആ പങ്ക് വഹിക്കത്തില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കുള്ള ഒരവസ്ഥ. അപ്പോ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് RSS BJP വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനം താമസമില്ലാതെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി K രാജൻ. 5500 കോടി രൂപയാണ് കേന്ദ്രം തന്നത്. 8000 കോടി രൂപ സംസ്ഥാനം വഹിച്ചു. 9000 കോടി കടമെടുത്ത് കണക്ഷൻ പൂർത്തിയാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. സഭയിൽ കോൺഗ്രസ് അംഗം റോജി M ജോണിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. റോജി സ്പീക്കറെയും മന്ത്രിമാരെയും വിരട്ടുന്നു, അസഭ്യം പറയുന്നു. ഇങ്ങോട്ട് വിരട്ടാൻ വരണ്ട, ഞങ്ങൾ ഓട് പൊളിച്ചു വന്നവരല്ല. സോണിയാഗാന്ധിയുടെ അടുത്തു പോയത് ആരാണെന്നും മന്ത്രി ചോദിച്ചു. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് സാർ പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് സാർ? എന്ന് മാത്രമല്ല സാർ, സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വിരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വിരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ്. അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട. റോജി വിരട്ടണ്ട, അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി അല്ല, അങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ.
യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ ഉത്തരം യെസ് ആൻസർ അങ്ങേ വെല്ലുവിളിക്കുന്നു മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു. അസഭ്യങ്ങൾ പറയുന്നു. അങ്ങോട്ട് നോക്കി പറയാൻ പറഞ്ഞു സാർ. മന്ത്രി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവിനെ പോലെ പണ്ഡിതനല്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. സാധാരണ പ്രവർത്തകനും നേതാവുമാണ്. വിജ്ഞാനത്തിന്റെ മറുകര കണ്ട ആളല്ല. വിദ്യാർത്ഥികളുടെ മനസ്സും രക്ഷകർത്താക്കളുടെ ഹൃദയവും കവർന്ന മന്ത്രിയാണ് ശിവൻകുട്ടിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശിവൻകുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു സർവ്വവിജ്ഞാനകോശമല്ല സാർ. മാസത്തിൽ 60 പുസ്തകമൊന്നും വായിച്ച് വലിയ പണ്ഡിതനൊന്നും ആകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറില്ല. ശിവൻകുട്ടി ഒരു സാധാരണ പൊതുപ്രവർത്തകനും ജനസേവകനും മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ നിന്ന് ഊർജ്ജം സംഭരിച്ച് നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനും പിന്നെ നഗരത്തിലെ മേയറൊക്കെയായി ജനങ്ങളുടെ ജീവിതവും കുട്ടികളുടെ മനസ്സും രക്ഷിതാക്കളുടെ ഹൃദയവും സ്കൂളുകളുടെ പ്രവർത്തനമൊക്കെ മനസ്സിലാക്കിയ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സർ ശിവൻകുട്ടി. അല്ല അദ്ദേഹത്തെ പോലെ ബഹുഭാഷാ പണ്ഡിതനോ അല്ല ഈ വിജ്ഞാനത്തിൻ്റെ മറുകര കണ്ട ഒരാളൊന്നുമല്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന മന്ത്രിയാണ് സർ അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ഇന്ന് ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി ദ്വാരപാലക 2 കേസിലും 90 ദിവസം പിന്നിട്ടതോടുകൂടി സ്വാഭാവിക ജാമ്യത്തിന് പ്രതിഭാഗം അപേക്ഷ സമർപ്പിച്ചിരുന്നു. കോടതി ഇന്ന് ആ അപേക്ഷ പരിഗണിക്കുകയും പ്രതിയുടെ ആവശ്യങ്ങൾ മാനിച്ച് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമാനമായ രീതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വരുന്ന 4-ാം തീയതിയിലേക്ക് കോടതി മാറ്റുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ ദ്വാരപാലക കേസിൽ ജാമ്യം ലഭ്യമായിരുന്നു. കട്ടളപ്പാളി കേസിൽ 90 ദിവസം പിന്നിടാത്തത് കൊണ്ടാണ് അന്ന് ജാമ്യം ലഭ്യമാകാത്തത്. ഇപ്പോൾ കട്ടളപ്പാളി കേസിൽ 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ 31-ന് പ്രതിഭാഗം വക്കീൽ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷയാണ് അടുത്ത 4-ാം തീയതിയിലേക്ക് കോടതി മാറ്റിയിരിക്കുന്നത്. ഈ കേസിലെ പ്രധാന പ്രതിയാണ് എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടുകൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ നിലവിൽ 2 പേർക്ക് മുൻപ് ജാമ്യം ലഭ്യമായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്ക് ജാമ്യം ലഭ്യമായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ജാമ്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനാണ് ജാമ്യം ഉപാധികളോടെ ജാമ്യം ലഭ്യമായിരിക്കുന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ തന്ത്രിയും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വരും നാളുകളിലായിരിക്കും കോടതി പരിഗണിക്കുക. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ആദ്യ പരാതിക്കാരിയുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവന്നു. പരാതിക്കാരിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് ഈ സംഭാഷണങ്ങളിൽ വ്യക്തമാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച പുതിയ തെളിവുകൾക്കൊപ്പമാണ് ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കോടതിയിലെത്തിയത്. ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. यदि प्रकाशित हुई है तब तो आप उसका उल्लेख करिए, नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है. अध्यक्ष महोदय, प्लीज एक मिनट. It is not wise, sir. What are you talk? प्लीज एक मिनट. प्लीज माननीय सदस्यगण, आप सदन में प्रतिपक्ष के नेता हैं. पूर्व में भी अनुभव रहा है. सांसद प्रियंका गांधी जी ने भी एक बात बोली थी तो उन्होंने ऑथेंटिक उस किताब को यहाँ पर टेबल पे किया. मेरा जो रक्षा मंत्री जी ने जो विषय उठाया है उसमें कहना है कि हम जो बोलें उसको ऑथेंटिक कर सकें, उसी विषय को सदन के पटल पर रखें. ये मर्यादा बना के रखें. सर दीजिए. So this is
100% ऑथेंटिक, 100% ऑथेंटिक के माध्यम से ये पूछना चाहता हूं लीडर अपोजिशन से, जिस सर राजनाथ सिंह इज गेटिंग एक्सरसाइज बिकॉज़ हिज नेम इज गोइंग टू बी स्पोकन जस्ट नाउ। प्रकाशित हुई है या नहीं हुई है, केवल मैं एक प्रश्न का जवाब इनसे चाहता हूं अध्यक्ष। Speaker sir, I have not said anything. So these are the memoirs of General Naravane, in which अध्यक्ष महोदय, पहले ये बताएं वह पुस्तक प्रकाशित हुई है कि नहीं हुई है? नहीं हुई है तो किस पुस्तक से वह उल्लेख कर रहे हैं उसकी जानकारी सदन को दें। रक्षा मंत्री बिल्कुल नहीं हुई। मैं पूरे कॉन्फिडेंस के साथ कहना चाहता हूं, माननीय रक्षा मंत्री जी सदन में ऑथेंटिक बात बोल रहे हैं। वो ये बोल रहे हैं कि इस पुस्तक का प्रकाशन हुआ है नहीं हुआ, उसका जवाब दे दें आप। और आप सदन के अंदर उन चीजों को मेंशन नहीं कर सकते। नो आप खुद वर्षों तक संसद सदस्य रहे, किताबों पर, अखबारों पर, उनकी कटिंग पर यहाँ पर चर्चा नहीं होती। मैं बोलता हूँ सर, आप सदन में विपक्ष के नेता हैं, आप बोले, लेकिन कैरावैन वो विषय को बोलेंगे ये नारावाने जी की जो किताब है संबोधित करते हुए उसके बारे में एक्सपर्ट्स हैं, उसमें प्रधानमंत्री के बारे में, राजनाथ सिंह जी के बारे में क्लियरली कुछ लिखा है। मैं वो हाउस को बताना चाहता हूँ। जिस पुस्तक की यह बात कर रहे हैं वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं है, जिसका वह उल्लेख कर रहे हैं। मैं कहता हूं जो किताब जब नहीं ऐसा नहीं है। जब माननीय रक्षा मंत्री जी ऑथेंटिक बोल रहे हैं कि किताब प्रकाशन नहीं हुई है सर, ऑथेंटिक है 100%। सर कैरेवल मैगजीन में आ गया सर किसी का सर 1 मिनट सर, 1 मिनट सर Honorable LOP just started the speech. He is trying to quote a magazine report. In this parliament, there are precedents to quoting a magazine. If anything is wrong, Rajnath Singh ji can reply after his speech, sir. Sir, they are disturbing the opposition leaders. अध्यक्ष जी, वो मैगजीन की रिपोर्ट है, नरवणे जी ने नहीं कहा, इतना बोल दे। एक रिपोर्ट पर बोले कि नरवणे ने नहीं कहा है। रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्टता करें। नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्टता करे। मैगजीन तो कुछ भी लिख सकता है। माननीय सदस्यगण, माननीय सदस्यगण, इन सदन की नियम और परंपराएं हैं। स्पीकर साहब मुझे बोलने दीजिए। अखबार की कटिंग पर सर, अखबार की कटिंग के अलावा उन चीजों पर मेंशन नहीं कर सकते जो कोई ऑथेंटिक नहीं है। ये हमेशा यहाँ की सदन की परंपरा है। हाँ, ये स्पीकर सर, ये गारंटीड ऑथेंटिक है। इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है, इसमें सब लिखा है। और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है। जो पुस्तक प्रकाशित हुई ही नहीं है तो किस पुस्तक को यहाँ पर उल्लेख करना चाहते हैं उनके बारे में? माननीय अध्यक्ष जी, विवाद लीडर ऑपोजिशन ने ही समाप्त कर दिया है। वो स्वयं कह रहे हैं कि पुस्तक प्रकाशित नहीं हुई, उन्हें स्वयं स्वीकार किया कि पुस्तक प्रकाशित नहीं हुई है। अब जो पुस्तक प्रकाशित नहीं हुई है इसका जिक्र सदन में कैसे हो सकता है? और प्रकाशित हो तो भी नहीं कर सकते, मगर प्रकाशित ही नहीं हुई है। हाँ, ऐसे प्रकाशित कोई भी किताब प्रकाशित, कोई भी मेल पर, कोई भी चीज पर चर्चा कैसे हो सकती है यहाँ सदन में? माननीय सदस्य, आप राष्ट्रपति अभिभाषण को बोले। We're within a few hundred meters of our positions on the Kailash range. माइक का कंट्रोल,
को गुमराह करने की कोशिश न करें और यहाँ अनावश्यक बातों का उल्लेख नहीं किया जाना चाहिए। राहुल जी, सर देखिए, हमारे ऊपर 1 सेकंड प्लीज, हमारी पार्टी के ऊपर 1 सेकंड, हमारी पार्टी के ऊपर मेंबर ऑफ पार्लियामेंट ने सवाल उठाया। मैं ये रेज नहीं करने वाला था, मैं नहीं रेज करने वाला था, मगर उसका जवाब देने के लिए मैंने ये निकाली। अब ये 100% ऑथेंटिकेटेड है, ये नारावाने जी का मेमोयर है। कोई ऑथेंटिक सोर्स तो चाहिए, कोई ऑथेंटिक सोर्स तो चाहिए। और जिस किताब का उल्लेख वह कर रहे हैं, वह किताब आज तक प्रकाशित ही नहीं हुई है। ये उल्लेख कहां से कर रहे हैं, मैं ये जानना चाहता हूं। अध्यक्ष जी, सदस्य पॉइंट ऑफ ऑर्डर रेज करें। क्या पॉइंट ऑफ ऑर्डर है? 349(1) shall not read any book, newspaper or letter except intention। सर, सैटेनिक वर्सेस बैन कर दिया इस कांग्रेस सरकार ने और उस पर चर्चा नहीं किया। हमारे अडवाणी जी और अटल जी चर्चा करना चाहते थे, वो चर्चा नहीं कर सकते। सर, आप 1 मिनट प्लीज, मैं पहले व्यवस्था दे चुका हूँ। आप कोई रूल बुक की मत निकालो, मैंने रूल बुक पढ़ रखी है। मैं पहले व्यवस्था दे चुका हूं कि अखबार की कटिंग पर, कोई किताब पर, कोई ऐसे विषय जो ऑथेंटिक नहीं, उन विषयों पर सदन में चर्चा की परंपराएं नहीं रही है। नियम भी कहती है और परंपराएं भी रही है, इसलिए आप परंपराओं का पालन करिए। आप माननीय सदस्य, This is the book I'm quoting. He's quoting the book. Sir, this book, 4 Stars of Destiny. नो, जब इसे आप ऐसे नहीं, आप सदन के नेता हैं। नो, एक मिनट, जब माननीय सदस्यगण माननीय सदस्य माननीय सदस्यगण, जब किसी विषय पर हमारे पूर्व अध्यक्षों ने कई बार रूलिंग दी है, मैंने कोई नई रूलिंग नहीं दी, मैंने कोई नियम प्रक्रिया बताई, मैंने नया नियम परंपरा नहीं लागू की। मैं ऐसा नहीं है कि नई परंपरा, नया नियम, नया रूल आपके लिए लागू कर रहा हूँ। जो पूर्ववर्ती नियम है और जो परंपरा है उसका हवाला दिया है, और आप प्रतिपक्ष के नेता हैं, मुझे आशा है कि आप उन नियम प्रक्रियाओं का पालन करेंगे। नियम इज देयर। एक सेकंड, नियम, आप नियम सुन लें। एक सेकंड सर, ये जनरल नारावाने जी ने किताब लिखी। आपने मुझसे सवाल पूछा नियम के लिए, मैं नियम बताता हूं पहले आपको। एक मिनट बैठिए ना आप, मैं नियम बताता हूं पहले आपको। विराज आप मैं नियम बताऊं 349, ऐसे मैंने व्यक्ति बोल दिया 349, ऐसी पुस्तक, समाचार पत्र नहीं पढ़ा जाएगा जिसकी सभा की कार्रवाई से कोई संबंध ना हो। फिर दूसरा आगे भी ले लो, आगे की ओर पढ़ लो, आगे की ओर देख लो। एक मिनट, सबके लिए नियम है, सबके लिए नियम है। कुछ आरोप नहीं लगाया। और नियम 353 भी देख लें। आप रूल बता दे।
इस विषय पर जनरल का पुस्तक पढ़ने नहीं दे रहे सर। इस विषय पर रूलिंग हो चुकी है। माननीय सदस्य आप आगे बढ़ें। इस विषय पर रूलिंग हो चुकी है। प्लीज स्पीकर सर, आप देशभक्ति की ओर बात बताएं सर। मुझे बोलने ठीक है सर। ये जो किताब है ये नारावाने जी की किताब है। इससे चलेगा या मुंसफी से चलेगा? शुरुआत से समझाना पड़ेगा सारा। सर ये सब आई एम कोटिंग। किताब नहीं है। अध्यक्ष महोदय, मैं केवल एक व्यवस्था आपकी तरफ से चाहता हूं। लीडर अपोजिशन अपनी तरफ से वह पुस्तक यहाँ प्रस्तुत कर दें। किस पुस्तक पे लिखा है वो मैं पुस्तक देखना चाहता हूँ, सदन देखना चाहता हूँ। बिल्कुल नहीं, प्रकाशित ही नहीं हुई पुस्तक, प्रकाशित ही नहीं। मैं कॉन्फिडेंस के साथ कहना चाहता हूँ वह पुस्तक प्रकाशित ही नहीं हुई। आप उत्तर दियो सर। रिप्लाई। जब इस विषय पर व्यवस्था दे चुका हूं तो मैं माननीय प्रतिपक्ष के नेता से अपेक्षा करता हूं कि वह सदन की गरिमा को रखेंगे। और मैंने पहले बता दिया कि मैंने कोई नियम परंपरा नहीं दी। नो बोलिए ना आप। तुम्हारा प्राइम मिनिस्टर बोलिए। तुम्हारा पीएम मिला तो नहीं एक मिनट प्लीज। वेणुगोपाल जी, सदन में अपनी बात करने का अधिकार है, लेकिन सदन में नियम प्रक्रिया परंपराएं भी होती है। ठीक है ना? इस सदन का उपयोग बोलने के लिए कोई नहीं रोक रहा, ना मैं रोक रहा हूं, लेकिन सदन नियम प्रक्रियाओं परंपराओं से चलता है, इसलिए नियम प्रक्रिया परंपराओं से बोले। उन्होंने अगर कोई बात उठाई थी तो उन्होंने ये दस्तावेज दिए थे, पुराने राष्ट्रपति के अभिभाषण के दस्तावेज पर विषय उठाया था उन्होंने अगर वह भी कोई अखबार कटिंग्स की बात करते तो मैं उनको भी रोकता। आप किसी को बोलिए, आपका सदन है, सबको बोलने की इजाजत है, लेकिन सदन नियमों, प्रक्रियाओं, परंपराओं से चलता है सर। और मुझे आशा है कि आप प्रतिपक्ष के नेता है। सर आधा घंटा चला गया सर। एलओपी का नहीं, आप नियम प्रक्रियाओं से बोले, ऐसी आपसे अपेक्षा की जाती है। स्पीकर, मैं आपको फिर कह रहा हूं कि आप मैगजीन कोट करेंगे सर। मेरे हाथ में एक मैगजीन है, उस मैगजीन में आर्टिकल है, उसको मैं कोट कर रहा हूँ। अध्यक्ष महोदय, ये लीडर अपोजिशन सदन को गुमराह करने की कोशिश कर रहे हैं। मैं आपसे अनुरोध करना चाहता हूं, इन्हें किसी भी सूरत में यह बात बोलने की यहां पर इजाजत नहीं दी जानी चाहिए। तो नारावने जी कहते हैं माननीय सदस्य, माय पोजीशन वाज क्रिटिकल। बताइए आप क्या बोल रहे हैं? नहीं, अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अगर कोई सुझाव ऐसा है देश के हित में, तो मैं समझता हूं लीडर ऑपोजिशन को पढ़ देना चाहिए। नहीं, माननीय सदस्य, इतना ही नहीं रहेगा, बहुत सेंसिटिव है। मुझे याद है डॉक्टर राम मनोहर लोहिया, जॉर्ज फर्नांडीज,
नेताजी हमेशा ये बात अध्यक्ष जी जिताते रहे कि हमें हमेशा चीन से सावधान रहना है। ओके माननीय सर, प्लीज। और चीन से सावधान, अगर चीन से सावधान नहीं रहेंगे, हमने जमीनें कुछ पहले। ओके माननीय सर, इनको कैसे पता क्या बोल रहे हैं? ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമാണ്. ऑपोजिशन बोले सर, हम सुनने के लिए बैठे, आदरणीय प्रधानमंत्री जी भी आपको सुनने के लिए बैठे हैं और ये जो मुद्दा उठा है उसका रूलिंग दे चुके हैं। चेयर से रूल 349 में एक रूलिंग दे चुके हैं। रूलिंग देने के बाद भी ये बार बार फिर से ये पढ़ रहे हैं। ऐसा सदन कैसे चलेगा सर? हम लोगों ने शुरू से कहा आपका भी बात हम शांति से सुनेंगे, हमारा भी आप शांति से सुनना चाहिए। आप नियम ही पालन नहीं करेंगे, चर्चा बहस कैसे हो सकते हैं? इसमें रूलिंग दे चुके हैं चेयर ने कि आप मैगजीन का, न्यूज़पेपर का यहाँ बिना मतलब से कोट नहीं कर सकते, नहीं पढ़ सकते हैं। रूलिंग दे चुके हैं। आज राष्ट्रपति का अभिभाषण पे धन्यवाद प्रस्ताव पे चर्चा हो रहा है। बिना मतलब विरोधी अपोजिशन खुद बोलने नहीं चाहते हैं और ऐसा यहाँ व्यवस्था खड़ा कर रहा है जिससे खुद भी नहीं बोलना चाहता है, बाकी को बोलने नहीं देना चाहते हैं। नियम से बहस होना चाहिए ना, सदन नियम से चलता है, सिस्टम है। हम लोग सब चुने हुए प्रतिनिधि हैं, यहाँ किसी के मनमानी से सदन नहीं चलेगा। रूलिंग दे चुके हैं चेयर से। आप बताइए जी, क्या है 349? जी, shall not read any book, newspaper or letter except in connection with the business of the house. The business of the house, very clearly, Tejaswi Surya very clearly given an allegation against the Congress party. Honorable LOP is trying to reply that allegation, telling that you are not nationalist, you are nationalist Indian National Congress. As per 349, he has a right, sir. Your ruling is not on the... माननीय अध्यक्ष जी, जो सम्मानीय सदस्य ने कहा वो सत्य नहीं है। तेजस्वी सूर्या ने कांग्रेस के शासन के समय के 4 से 14 के राष्ट्रपति अभिभाषणों का जिक्र किया और उसमें कहा कि इसमें कहीं पर भी इस प्रकार के शब्द मिले नहीं हैं। वो इसको डिस्प्यूट कर सकते हैं राष्ट्रपति अभिभाषणों का रेफरेंस देकर कि भाई 5 के अभिभाषण में है। अरे सुनो ना, अभी आगे सुनो, मुझे सुनो। और 349 को एक कोट कर रहे हैं कि अगर बिजनेस के रेफरेंस में मैगजीन है, आज के बिजनेस का रेफरेंस है राष्ट्रपति का अभिभाषण, महामहिम द्रौपदी मुर्मू का अभिभाषण। वो अभिभाषण के मुद्दे पर कोई आर्टिकल है जिसको वो कोट करना चाहते हैं, वो भी 359 के साथ में पढ़कर कर सकते हैं। एलिगेशन लगाने से पहले यहाँ पर उनको चेतावनी देनी पड़ती है माननीय अध्यक्ष, 24 घंटा पहले। Speaking about the motion of आप कोई एडवोकेट थोड़ी एलओपी बोलेंगे इस बात में, आप एलओपी के एडवोकेट थोड़ी है। नो एलओपी एडवोकेट, यहाँ एडवोकेट खड़े नहीं करते। माननीय प्रतिपक्ष के नेता, This article is very connected. देखिए माननीय प्रतिपक्ष के नेता, मैंने आसन से व्यवस्था दे दी है। 1 मिनट बैठिए ना आप, प्लीज बैठिए ना आप प्लीज बैठिए, मैंने आपको इजाजत नहीं दी है। माननीय सदस्यगण, मैं आप सबसे अपेक्षा करूंगा कि हम सब सदन की गरिमा को बना रखें, मर्यादा को बना के रखें। और मैंने पहले भी कहा है कि नियम, प्रक्रिया, परंपराएं, नो रूल्स सब सदन के लिए रूल होते हैं, सदन सबके लिए रूल होते हैं और मैंने इस पर व्यवस्था दे चुका हूं। मेरी अपेक्षा है कि माननीय प्रतिपक्ष के नेता राष्ट्रपति के अभिभाषण पर अपनी बात को रखेंगे। सर, राष्ट्रपति का जो भाषण है
वो देश में क्या सिचुएशन है, देश कहाँ जा रहा है, देश को क्या करना चाहिए, देश की पॉलिसीज क्या होनी चाहिए, फॉरेन पॉलिसी, चाइना, पाकिस्तान, ग्लोबल सिचुएशन, इन चीज़ों के बारे में। अब उधर आपके एक मेंबर ने कहा कि हम देशभक्त नहीं हैं, तो मैं सिर्फ उसका जवाब देना चाहता हूं, क्योंकि यहाँ पे नरवणे जी ने कहा है, नरवणे जी ने कहा है क्या है, इतना डरने वाला क्या तरीका है? स्पीकर सर मुझे ये तरीका है क्या सर, मैं बोल रहा हूँ नहीं, ये आपके वेणुगोपाल ये तरीका है क्या? आप सदन में होकर तालियां बजा रहे हैं खड़े होकर, ये तरीका तो ठीक नहीं है। बोलूं, आप वरिष्ठ नेता हैं, ये तो अच्छा नहीं। सर आप एलओपी के वकील तो नहीं है, आज तो वकील है सर, पूरा मेंबर्स एलओपी का वकील है, पूरा मेंबर्स एलओपी का वकील है, हम भी वकील हैं। वकीलों को इजाजत नहीं दी जाती है, उनका वकील है, यहाँ वकीलों को इजाजत नहीं दी जाती है, यहाँ खुद माननीय सदस्यों को बोलना पड़ता है, वकीलों को इजाजत नहीं दी जाती है। स्पीकर सर, ये स्पीकर सर, मुझे समझ नहीं आ रही बात। ये कहते हैं कि आतंकवाद से लड़ते हैं, ये कहते हैं कि ये टेररिज्म से लड़ते हैं, और ये एक कोर्ट से डरते हैं। मतलब इसमें क्या चीज है जिससे ये इतना घबरा रहे हैं कि मैं ये नहीं बोल पा रहा हूँ? सदन के अंदर इसमें क्या चीज है? ये झूठ है, ये बोलने का परमिशन नहीं, ये झूठ है। इसमें क्या लिखा है जिससे ये इतना घबरा रहे हैं कि मुझे ये पढ़े नहीं, आप पढ़ने नहीं दे रहे? सदस्य कोई घबरा नहीं रहे आपसे। इसमें मैं आपको सदन में गलत तथ्य और गलत तथ्यों को पेश करना वो ऑथेंटिक बात सर, if they are not scared, नियम प्रक्रिया की बात कर रहे हैं, सर, घबरा नहीं रहा किसी से। सर, if they are not scared, they should allow me to read it. Yes. Why are they scared? मैंने इस विषय पर व्यवस्था दे दी है कि कोई भी पुस्तक, कोई भी अखबार, नो सर, नो कनेक्शन, कोई कनेक्शन नहीं है। स्पीकर cannot do it, sir. आप अध्यक्ष की रूलिंग को चुनौती नहीं दे सकते। कोई चुनौती नहीं देना। अध्यक्ष की रूलिंग होती है, अब ध्यान रखना, ठीक है ना, जब भी सदन चलता है। माननीय सदस्य आप बोलिए, राष्ट्रपति के अभिभाषण में बोलिए, नीतियों में बोलिए, पॉलिसी बोलिए, आलोचना कीजिए। President's address is about India's situation. It is about our relationship with China. It is about our relationship with America. It is about our exports. This is a fundamental explanation of our relationship with China. No. Inside this is a full understanding of what happened in Doklam. नहीं, ये ठीक नहीं। आप बोलिए सर। So, मंत्री बनाएंगे, काम करो। So, Naravane ji writes. No, I'm not quoting that. I'm not quoting it. अध्यक्ष महोदय, मैं लीडर अपोजिशन से इस केवल एक सवाल का मैं जवाब चाहता हूं। यदि जिस पुस्तक की मैं चर्चा कर रहे हैं, उस पुस्तक में यदि कहीं पर है, यदि वह पुस्तक, तो मैं नहीं जानता पुस्तक है कि नहीं, यदि है, यदि तथ्य सही होते तो निश्चित रूप से वह प्रकाशित होती, और यदि किसी ने प्रकाशन पर यदि रोक लगा दी, ऐसा लगता था कि यदि एक रोक गलत लगाई गई है, तो मिस्टर नरावने कोर्ट से भी आदेश वह प्राप्त कर सकते थे। क्यों नहीं कोर्ट से आदेश प्राप्त किया?
Let me speak, sir. देखिए माननीय प्रतिपक्ष के नेता, सर आप बोलने नहीं दे रहे। नहीं, ये मत आरोप लगाइए। मैं आपको ना सो स्पीकर सर बोलना की इजाजत है, नियम प्रक्रिया बोले, और जो विषय का रूलिंग अध्यक्ष ने दे दी है उस लिंक की पालना करें। आप चाहते हैं कि मैं इस किताब को, इस मैगजीन को कोट ना करूं? बिल्कुल। तो फिर मैं डिस्क्राइब तो कर सकता हूं। नॉट डिस्क्राइब नहीं कर सकते। आप जब पढ़े तो आप भी बोल देना। अभी तो रूलिंग दे दी मैंने, ठीक है ना? अभी तो रूलिंग दे चुका हूँ माननीय। आप भी इतनी समझदारी से उठाओ विषय को। नो सो सर, चाइना और इंडिया के रिश्ते के बारे में लिखा है, चाइना की टैंक सर कैलाश रिज पर आ रही थी। बार बार अपनी बात पे ये नहीं चलेगा। अध्यक्ष महोदय, इस तरीके से मैं लीडर अपोजिशन से कहूंगा कि सदन को गुमराह करने की कोशिश न करें। कृपया उनके ऊपर आप पूरी तरह से रोक लगाएं। अध्यक्ष महोदय, मैं आपसे यह अनुरोध करना चाहता हूं। एक मिनट, आप माननीय प्रतिपक्ष के नेता, मेरे बैठिए। नो, कोई शब्दों से कोई नहीं डरता। ये अपने तथ्यों की बात कर रहे हैं। माननीय मंत्री महोदय तथ्यों से अपनी बात को कहा है, और आप सदन में वेदान कर रहे हैं, अध्यक्ष की रूलिंग की पालना नहीं कर रहे, अध्यक्ष के निर्देश की पालना नहीं कर रहे। ये भी आपके लिए उचित नहीं है माननीय सदस्य। सर, there was a border. On the border, there was forces of some country that were entering that border. 4 tanks were entering. ലോക്സഭയിൽ വലിയ ബഹളമാണ് കുറച്ചു സമയമായി നടക്കുന്നത്. ജനറൽ നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. എന്നാൽ സഭയുടെ നടപടികളുമായി ബന്ധമില്ലാത്ത പുസ്തകമോ കുറിപ്പുകളോ അല്ലെങ്കിൽ വാർത്താശകലമോ ഒന്നും ഉദ്ധരിക്കാൻ പാടില്ലെന്നാണ് ചട്ടം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു സ്പീക്കർ അതിനെ തടഞ്ഞത്. ഭരണപക്ഷത്തു നിന്നും വലിയ എതിർപ്പുണ്ടായി. ഇതേ തുടർന്നാണ് അവിടെ ബഹളം നടക്കുന്നത്. ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.